കൊമ്പൻ ഫുൾ ഡീറ്റെയിൽ വീഡിയോ. നമ്മൾ എവിടുന്ന് പെയിൻ്റ് അടിച്ചു, എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ റീസ്റ്റോറേഷൻ വർക്കാണ് നമ്മൾ ചെയ്തതെന്നുള്ള ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ. പറഞ്ഞില്ലേ 25 mm ജെൽ സീറ്റ്. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് തുടങ്ങാം. പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ആയിരിക്കണം, ക്ലിയർ ക്രിസ്റ്റൽ ഡയമണ്ട് കട്ട് ക്ലിയർ. എങ്ങനെ ഇരിക്കണം, അതാണ് സാധനമായിട്ടുള്ളത്. വേറെ ഒന്നും പറയാനില്ല. നമ്മൾ വണ്ടി പിൻ ടു പിൻ റീസ്റ്റോറേഷൻ ചെയ്തു. ഈ വണ്ടിയുടെ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് ഈ വണ്ടിയും ഞാനും തമ്മിൽ ആ ഒരു രീതിയിലുള്ളൊരു ബന്ധമാണ്. ഇതൊരു കാരണവശാലും എനിക്ക് സെയിൽ ചെയ്യാൻ വരരുതേ, പറ്റില്ല എന്നുള്ളൊരൊറ്റ അവസ്ഥയിലും അങ്ങനെ അത്രമാത്രം അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് എൻ്റെ സ്വന്തം റോയൽ എൻഫീൽഡ് ക്ലാസിക് 350. ഇതിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ അത്ര റിസർച്ച് ചെയ്ത് എവിടെയാണ് ഇതിൻ്റെ ബെസ്റ്റ് എവിടെ നിന്ന് കിട്ടുക എന്നെല്ലാം നോക്കി കണ്ടതിന് ശേഷം ഞാൻ ഫൈനലൈസ് ചെയ്ത ഒരു വർക്കായിരുന്നു ഈ ഒരു കമ്പനിക്ക് ഈ വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വണ്ടിയുടെ സെക്കൻഡ് ഹാൻഡ് വിലയുടെ ഓൾമോസ്റ്റ് പ്രൈസിനോട് അടുത്ത് ഞാൻ ഇതുമേ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഈ വണ്ടീനെ അത്രമാത്രം സ്നേഹിക്കുന്നു. ഏതൊരു ബുള്ളറ്റ് പ്രേമിയാണോ, ബുള്ളറ്റിന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ, ബൈക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണോ, അവർക്കുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. ബുള്ളറ്റ് ലവേഴ്സിന് വേറെ എവിടെയും പോകണ്ട. എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ അത്രമാത്രം റിസർച്ച് ചെയ്ത് എടുത്ത് നിങ്ങൾക്ക് തന്നിട്ടുള്ളതായതുകൊണ്ട് ഇതൊരു വൺ സ്റ്റോപ്പ് മസ്റ്റ് വാച്ച് വീഡിയോ എന്ന് പറയാം. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എവിടുന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. വണ്ടിയിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് എൻ്റെ ഒരു കസിൻ ഉണ്ട്. അവനാണ് എല്ലാ കാര്യങ്ങളിലും എന്നെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നതും ഓരോ മെയിൻ കാര്യങ്ങൾ എനിക്ക് കണ്ടുപിടിച്ച് തരുന്നതും എവിടെയൊക്കെ എനിക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം അവൻ ചെയ്തു തരും. അതേപോലെ ചിലവാക്കി തരും. അതാണ് എൻ്റെ സ്വന്തം ജിന്നിൽ. അതായത് ഞാൻ അവനും കൂടെ ഇരുന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ട് ചെറുത്, അതായത് നമുക്ക് വണ്ടി പെയിൻ്റ് അടിച്ചാലോ എന്ന് ചോദിച്ചിട്ട് ജിന്നിൽ കൊണ്ടുവന്ന ഒരു ഐഡിയ ആണ് ഇന്നിത് എക്സിക്യൂഷനിലാക്കിയിട്ടുള്ളത്. അതായത് അവൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് വണ്ടി പെയിൻ്റ് അടിക്കാമെന്നൊരു ചെറിയൊരു ഐഡിയ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കി നിഹാൽ എന്ന് പേരുള്ള ഒരു വ്യക്തിയുടെ ബൈക്കാണ് ഞങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് കിട്ടിയത്. എന്നിട്ട് ആ ആളെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, നമുക്ക് അതേ മോഡലിലേക്ക് വണ്ടി ഇറക്കാൻ പറ്റണം. അതും ക്ലാസിക് 350 തന്നെയായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു വണ്ടിയുടെ ഫോട്ടോ റെഫറൻസ് വെച്ചിട്ടാണ് ഞങ്ങൾ അതേ പാറ്റേണിൽ അതേ പഴയ ഓൾഡ് മോഡൽ ബുള്ളറ്റിൻ്റെ ലുക്കിലേക്ക് ആക്കുക എന്നുള്ള ഒരൊറ്റ കൺസെപ്റ്റിലാണ് ഞങ്ങളുടെ മിഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിക്ക് ഞങ്ങൾ ആദ്യം നിഹാലിനെ ഫോളോ ചെയ്തു ആളുടെ ഇൻസ്റ്റ ത്രൂ ആളുടെ റീച്ച് ചെയ്ത് ആൾ വണ്ടി എവിടുന്ന് പണിതോ അതേ ഷോപ്പ്, അതേ സ്ഥലം, അതേ മെക്കാനിക്ക് ആളെ തന്നെ പിടിച്ച് ആളുടെ കെയർ ഓഫിൽ നമ്മൾ വണ്ടി ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു. ഇനി വീഡിയോയിൽ ഞാൻ ഒത്തിരി സസ്പെൻസിൽ നിൽക്കുന്നില്ല. വണ്ടി നമ്മൾ പെയിൻ്റ് അടിച്ച് തിരൂരുള്ള ബുള്ളറ്റ് കഫേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബെസ്റ്റ് ബുള്ളറ്റ് വർക്ക്ഷോപ്പ് എന്ന് പറയാം. ദേ ആർ ബേസിക്കലി കോൺസെൻട്രേറ്റഡ് ഫോർ റോയൽ എൻഫീൽഡ്. ഫുൾ ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഏതൊരു പാർട്സ് A to Z നിങ്ങൾക്ക് ബുള്ളറ്റിൻ്റെ ക്ലിയർ കട്ടായിട്ട് ചെയ്യണോ അതിന് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരേ ഒരു ഷോപ്പാണ് ബുള്ളറ്റ് കഫേ തിരൂർ. ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കട്ടായിട്ട് ഈച്ച് ആൻഡ് എവരി പോയിൻറ്റ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് നിങ്ങൾക്ക് പെയിൻറ്റിങ്ങിന് എത്ര വന്നു, സീറ്റിന് എത്ര വന്നു, അതായത് പിന്നെ പാർട്സിന് എത്ര എക്സ്പെൻസ് വന്നു, എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഞാനിതിൽ സ്പെഷ്യൽ ജെൽ സീറ്റ് വെച്ചിട്ടുണ്ട്. 25 mm ജെൽ സീറ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു സീറ്റിംഗ് ആണ് ഇതിൽ കാണുന്നത്. ആ ചെയ്തിട്ടുണ്ടായിരുന്നത് ട്രിവാൻഡ്രത്തിൽ നിന്നായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ട്രിവാൻഡ്രത്തിലുള്ള രേവതി ജെൽ സീറ്റിൽ നിന്നാണ് നമ്മൾ 25 mm ജെൽ സീറ്റ്സ് കസ്റ്റമൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അവിടെ അവർക്ക് 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഏറ്റവും ബെസ്റ്റ് തിക്നെസ് കൂടിയിട്ടുള്ള നമ്മുടെ ജെൽ സീറ്റിലേക്കാണ് പോയത്. കാരണം ഞാനൊരു ലോങ് റൈഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന നേരത്താണ് ഈ സാധനം നമ്മുടെ കണ്ണിൽ പെട്ടത്. ഇതും ജിന്നിൽ റെഫറൻസ് തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ ആക്ച്വലി കോയമ്പത്തൂരിൽ നിന്ന് ചെയ്യാമെന്നാണ് നമ്മൾ സീറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കോയമ്പത്തൂരില്ല, ചെന്നൈയിലാണ് ഇതിൻ്റെ മെയിൻ ഹബ്ബ് നമ്മൾ കണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ രേവതി ജെൽ സീറ്റ്സിൻ്റെ സീറ്റിനെ കാണാനും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പോയിട്ട് ജിന്നിൽ നമുക്ക് റെഫറൻസ് തരുന്നത്. ഇതായിരുന്നു ആ ജെൽ സീറ്റിൻ്റെ ജെല്ല് അവർ യൂസ് ചെയ്തിട്ടുള്ള 25, ഞാൻ പറഞ്ഞില്ലേ 25 mm ജെല്ലാണ് നമ്മൾ യൂസ് ചെയ്ത്. ഇതിൻ്റെ തിക്നെസ് നോക്ക്, ഇതാണ് 25 mm ജെല്ല്. ഇതിൽ ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ ആദ്യം സ്പോഞ്ച് കട്ട് ചെയ്ത് ഇത് വെക്കാനുള്ള ഒരു പോർഷൻ കസ്റ്റമൈസ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ജെൽ പാഡ് പാക്ക് ചെയ്ത് വെച്ചിട്ടാണ് അവരത് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ളത്. ജെൽ സീറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യം നമുക്ക് മെയിനായിട്ട് പെയിൻറ്റിങ് സെക്ഷനിലേക്ക് പോവാം. നിഹാലിൻ്റെ റെഫറൻസിലൂടെ നമ്മൾ ബുള്ളറ്റ് കഫേ തിരൂരിനെ നമ്മൾ റീച്ച് ചെയ്തു. ആളായിട്ട് ഫോണിൽ നമ്മൾ ആദ്യം സംസാരിച്ചു. വെരി
ഈസി, വെരി ഫ്രണ്ട്ലി ഗായാണ് ആൾ. നമുക്കൊന്നും ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. വണ്ടി കൊടുത്ത സമയം മുതൽ നമുക്ക് ഈച്ച് ആൻഡ് എവരി അപ്ഡേഷൻസ് അവർ വാട്സപ്പിലൂടെ തന്നെ നമുക്ക് തന്നിരുന്നു. ഓരോ പാർട്സ് ഊരി ഇന്ന പാർട്സാണ് ഇന്ന് പെയിൻറ്റ് ചെയ്തത്, ഇന്ന പാർട്സ് ഇതേ നമ്മളതിൽ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാം. കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ റെഫറൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. 2-3 കടകൾ പെയിൻറ്റിങ്ങിന് വേണ്ടി മാത്രം ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കി. അവിടെ പല കടകളിലും ഇല്ലാത്തൊരു പ്ലസ് ഞാനിവിടെ എന്താ കണ്ടതെന്ന് വെച്ചാൽ, പലരും പറഞ്ഞു പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ചിട്ട് പെയിൻ്റ് അടിച്ച് പോടാന്ന് ചോദിച്ച കട വരെയുണ്ട് നമ്മുടെ തൃശ്ശൂർ അങ്ങാടിയിൽ. മനസ്സിലായി? ആ ഒരു രീതിക്ക് അടക്കം നമുക്ക് ഇൻസൾട്ട് കിട്ടിയിട്ടുണ്ട്. അത്ര ഗമയായിരുന്നു, അത്ര ഡിമാൻഡ് ഇട്ടിട്ടാണ് ഇവർ പെയിൻറ്റിങ്ങിൻ്റെ, ബുള്ളറ്റ് പെയിൻറ്റിങ്ങിൻ്റെ ആൾക്കാർ നിൽക്കുന്നത്. എനിക്കറിയില്ല എന്തായിരുന്നു. വേണമെങ്കിൽ ബുള്ളറ്റ് അവിടെ വെച്ചിട്ട് പൊക്കോന്ന് പറഞ്ഞു. തൃശ്ശൂരുള്ള ഒരു ഫേമസ് പെയിൻറ്റിങ് ഷോപ്പായിരുന്നു. അതിലൊക്കെ നമ്മൾ ഇൻസൾട്ട് ഫീൽ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ബുള്ളറ്റ് കഫേ തിരൂരിലെത്തുന്നത്. ഇത്ര ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് വേറെ എവിടെയും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിങ്ങൾക്കിത് കിട്ടില്ല. നിങ്ങൾക്ക് അത്ര സപ്പോർട്ട് ഉണ്ടാവും ഇയാളുടെ അടുത്ത്. നമ്മൾ ബുള്ളറ്റ് കഫേയിൽ പോയി ആളോട് കോൺടാക്റ്റ് ചെയ്തു. ഇതിലേറ്റവും വലിയൊരു കാര്യമുള്ളത്, ഞാൻ പ്രവാസിയാണ്, ഞാനിവിടെ ഇല്ല. നിങ്ങൾ ആലോചിക്കണം, ഞാനിവിടെ ഇല്ല, ബുള്ളറ്റിൻ്റെ ഓണർ ഇവിടെ ഇല്ല. ഇല്ലാത്ത പക്ഷം എൻ്റെ വണ്ടി അവരവിടെ റിസീവ് ചെയ്തിട്ട് ഈച്ച് ആൻഡ് എവരിത്തിങ് നമ്മൾ നാട്ടിലുള്ള ഫീലിനെ അവർ വണ്ടിയിൽ ഓരോ പാർട്സ് അയക്കുമ്പോൾ വീഡിയോ അയച്ച് തരികയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇത്ര ഈസി ആയിട്ട് കംഫർട്ടായിട്ട് ചെയ്യാൻ വേറെ ഒരു സ്ഥലത്തും കിട്ടില്ല. ദാറ്റ്സ് ബുള്ളറ്റ് കഫേ തിരൂർ. ഞാനിനി ഇതിൻ്റെ ഡീറ്റെയിലിങ് പറയുമ്പോൾ നമ്മൾ ഓരോ ഈ എല്ലാ പാർട്സും ഞാൻ സെപ്പറേറ്റ് ആക്കിയെന്ന് പറഞ്ഞില്ല. അതേപോലെ അവർ ഈ ടാങ്ക്, ഈ ബോക്സ്, ഫിൽട്ടർ ബോക്സ് എല്ലാം ഊരി ജസ്റ്റ് ഈ ചെയ്സ് മാത്രം ആക്കിയിട്ട് അവർ വെച്ചു. ഈവൻ എൻജിൻ വരെ ഇതിന്ന് ഊരി ഇറക്കിയിട്ടാണ് നമ്മളിതിൻ്റെ പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളത്. എൻജിൻ ഊരുന്നു, ചെയ്സ് മാത്രമാക്കി. ചെയ്സുമേ ടച്ച് ചെയ്യാനുള്ള ഭാഗങ്ങളെല്ലാം അവർ ബ്രഷ് ചെയ്തിട്ടോ കാര്യങ്ങളായിട്ട് അവർ ചെയ്സ് മാത്രം ഫുൾ പെയിൻറ്റിങ് വേണ്ടി വന്നില്ല. കാരണം എൻ്റെ ചെയ്സിൽ അത്ര തുരുമ്പുണ്ടായിരുന്നില്ല. 10 വർഷത്തോളമായി, 2015 ഓൺവേർഡ്സ് യൂസ് ചെയ്യുന്ന ഒരു ബുള്ളറ്റാണ്. 10 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ റീസ്റ്റോറേഷൻ ചെയ്യാം എന്ന് തീരുമാനിച്ചത്. പിൻ ടു പിൻ റീസ്റ്റോറേഷൻ, അതും ക്ലാസിക് മോഡലിലേക്ക്. അവർ ആദ്യം ടാങ്ക് സെപ്പറേറ്റ് ആക്കുന്നു, ചെയ്സ് മാത്രമാക്കി വെറും പീസ് എൻജിൻ മാത്രം മാറ്റി വെച്ചിട്ടുള്ളൊരു സീനുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഒരു വിഷമം തോന്നി, എന്തായി കാണുന്നത്, കാരണം ഇത്രമാത്രം ഞാൻ സ്നേഹിച്ചു കൊണ്ടിറങ്ങുന്ന ബുള്ളറ്റ് ആ ഒരു രീതിക്ക് ആക്കിയല്ലോ എന്ന് കണ്ടപ്പോൾ. പിന്നെ അതിന് ശേഷമാണ് ഇതിൻ്റെ മാജിക് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ആ ഒരു മാജിക് മൊമെൻറ്റ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് കാണുമ്പോൾ തന്നെ കുളിര് വരുന്നൊരു സീനായിരുന്നു. നമ്മൾ വണ്ടി ആദ്യം അവർ ചെയ്സ് പെയിൻ്റ് അടിച്ചിട്ട് നമുക്ക് ആദ്യം വീഡിയോ ഒരെണ്ണം അയച്ചു തന്നു. ആ വീഡിയോ നോക്കിയിട്ട് നമ്മളോട് ചോദിച്ചു, ഇത് ഓക്കെ അല്ലേ, ഇതിൻ്റെ പെയിൻറ്റിങ് നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുണ്ടോ, ഇതിൽ തുരുമ്പുണ്ടോ, കാര്യങ്ങൾ ഓക്കെ അല്ലേ, തുരുമ്പ് പോയിട്ടുണ്ട്, ഇത് ക്ലിയർ ചെയ്ത ഭാഗം ഓക്കെയാണ്, അത് ഇനിയും പെയിൻറ്റ് അടിക്കണമെന്ന് വരെയാണ് നമ്മുടെ ബുള്ളറ്റ് കഫേ തിരൂർ നമ്മളൊരു ചോദിച്ചത്. അത്രമാത്രം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ് അവർ ചെയ്തിരുന്നത്. അതിനുശേഷം ചെയ്സ് മുഴുവൻ പെയിൻ്റ് അടിച്ച് ഇറക്കി. പിന്നെ എൻജിൻ സെറ്റ് ചെയ്തു. എൻജിൻ സെറ്റ് ചെയ്യുന്നതിന് മുമ്പാണ് ഈ നിക്കൽ ചെയ്യേണ്ട ക്രോം പാർട്സ് മുഴുവൻ നമ്മൾ ക്രോമിങ്ങിന് വേണ്ടിയിട്ട് ഊരിയെടുത്തിട്ട് ബഫ് ചെയ്യാനുള്ളത് ബഫ് ചെയ്യുന്നു, ക്രോം ചെയ്യേണ്ടത് ക്രോം ചെയ്യുന്നു. റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ട പാർട്സ് ഉണ്ട് എങ്കിൽ ആൾ വിളിച്ച് നമ്മളോട് സ്പെഷ്യലി പറയും, എനിക്കിത് റീപ്ലേസ്മെൻറ്റ് ചെയ്യണം. എന്നിട്ട് ആളുടെ സ്വന്തം വണ്ടി ചെയ്യുന്ന ഒരേ സെൻസിലാണ് ആൾ ഈ വണ്ടി ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ക്രോം ചെയ്യേണ്ട പാർട്സ് എല്ലാ ആൾ പറഞ്ഞത് അത് വെയ്റ്റിനനുസരിച്ചാണ് അത് പ്രൈസ് വരിക. അപ്പോൾ അത് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാമെന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം ആൾ ആ സാധനമായിട്ട് കൊണ്ടുപോകുന്നു. ഇതിനെല്ലാം മുൻപ് ആൾ നമുക്കൊരു എസ്റ്റിമേഷൻ തരുന്നുണ്ട് കേട്ടോ. ആ എസ്റ്റിമേഷനിൽ നിന്നും കുറച്ച് മേലും താഴേക്കായിട്ട് മേലേക്കേ പോവുള്ളൂ. ഏതൊരു ബുള്ളറ്റ് നിങ്ങൾ പെയിൻ്റ് അടിക്കാൻ പോകുമ്പോൾ ആ ഒരു എസ്റ്റിമേഷൻ കിട്ടുമ്പോൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. കാരണം വണ്ടി നല്ല രീതിയിൽ പെർഫെക്റ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആ ഒരു കോംപ്രമൈസിങ്ങിന് ഞാൻ റെഡി ആയതുകൊണ്ടും അതുകൊണ്ടാവാം എനിക്കൊരു നല്ല ഔട്ട്പുട്ട് കിട്ടിയത്. അങ്ങനെ ക്രോമിങ് കഴിഞ്ഞ് വണ്ടി വന്നതിന് ശേഷമാണ് അവർ ഈ എൻജിൻ പാർട്സ് ഫിറ്റ് ചെയ്യുന്നത്. ആദ്യം നോക്കണം, ടാങ്ക് നമ്മൾ പോളിഷിങ്ങിന് കൊടുത്തു, ടാങ്ക് ഫുള്ള് പേപ്പർ ഇട്ടിട്ട് ക്ലിയർ ആക്കിയതിന് ശേഷമാണ് അതിൽ പെയിൻറ്റിങ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മുടെ ക്രോമിങ്ങിന് കൊടുത്തു. ക്രോം ശരിയായതിന് ശേഷമാണ് ആൾ ഇതിൽ ലൈൻ ഇടിക്കുന്നത്. ഇത് മുഴുവൻ ഹാൻഡ് ലൈനിങ് ആണ്. ഈ ചെയ്തിട്ടുള്ളത് ഹാൻഡാണ്, സ്റ്റിക്കർ അല്ല കേട്ടോ. ഈ ചെയ്തിരിക്കുന്നത് ഫുള്ള് കോഴിക്കോടുള്ള ഒരാൾ വരച്ച ലൈൻസാണ് ഇതിൽ കാണുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ ക്ലാസിക് തിങ് എന്ന് പറയുന്നത്. ക്ലാസിക്കായിട്ട് ഇതിനെ കാണണമെന്നുണ്ടെങ്കിൽ പഴയ ഹാൻഡ് പെയിൻറ്റഡ് ടാങ്ക് തന്നെ വേണം എന്നുള്ളൊരു ഒരേ വാശി എനിക്കുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇത് മുഴുവൻ ഹാൻഡ് പെയിൻറ്റഡ് ആണ് കേട്ടോ. ഇതിൽ ഈ റോയൽ എൻഫീൽഡ് സ്റ്റിക്കർ മാത്രം, ഈ എഴുത്ത് മാത്രം, ഈ റൈറ്റിങ് നമ്മൾ സ്റ്റിക്കറിലേക്ക് പോയിട്ടുള്ളത്. ആ സ്റ്റിക്കർ ചെയ്തിട്ട് അതിൻ്റെ മേലെ കൂടെ ക്ലിയർ കോട്ട് അടിച്ചു. ആ ഒരു ക്ലിയർ കോട്ട് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഭാഗം ഫുള്ളി ക്ലിയർ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതെന്തുണ്ടായി, ആ ഒരു ക്ലിയറിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ അത് ശരിക്കും ഒരു എഴുത്ത് പോലെ തന്നെയായി, പെയിൻറ്റ് എഫക്റ്റ് തന്നെ വന്നിട്ടുണ്ട്. അത് അതിൻ്റെ ഉള്ളിൽ ഫ്ലഷ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയ വലിയൊരു സാറ്റിസ്ഫാക്ഷനാണ്. ഞാൻ ഇത്ര പെർഫെക്ഷൻ വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഇതിൽ ഓരോ പാർട്സിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനായിട്ട്. ടാങ്ക് ലൈൻ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു ഫിൽട്ടർ ബോക്സും ടൂൾ ബോക്സ് ഏരിയയിലേക്കും വരുന്നത്. ടൂൾ ബോക്സ് ഏരിയയിലും ഫിൽട്ടർ ബോക്സിലും ഇത് സ്റ്റിക്കറാണ്.
ഇത് ഫുൾ സ്റ്റിക്കർ ചെയ്തിട്ട് അതിൻ്റെ മേലെ കൂടെ ഇത് ലൈനാണ്, ഈ കാണുന്നത് മുഴുവൻ ലൈനും ഇത് സ്റ്റിക്കറും. ഇതിൻ്റെ മേലെ കൂടെ ഫുള്ള് പോയിരിക്കുന്നത് നമ്മുടെ ക്ലിയർ കോട്ട് പോയി. ആ ഒരു ക്ലിയർ കോട്ട് പോയപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു സ്റ്റിക്കറാണെന്ന് തോന്നില്ല, ഇതിൻ്റെ ഉള്ളിൽ ഫ്ലഷായി പോയപ്പോൾ അത് ഭയങ്കര ക്ലിയർ, അതിലുള്ളിൽ ലോക്കായി. അതിൻ്റെ ഉള്ളിൽ ഇനി പുറത്തേക്ക് നമുക്കതൊരു ഫ്ലഷ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് അത് പെട്ടെന്ന് പറഞ്ഞു പോയില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടുമ്പോൾ അതിനുശേഷം 2 ടൂൾ ബോക്സും നമ്മൾ ഇതേപോലെ സ്റ്റിക്കർ ചെയ്തു, ലൈൻ ഇടേണ്ട ഭാഗത്ത് ലൈൻ ചെയ്തു, പിന്നീട് നമ്മൾ അതിൻ്റെ മേലെ ക്ലിയർ ചെയ്യുന്നു. ഇവിടെ ഞാൻ റോയൽ എൻഫീൽഡ് മെയ്ഡ് ലൈക്ക് എ ഗൺ എന്നുള്ള ഒരു റോയൽ എൻഫീൽഡിൻ്റെ ഒരു പഞ്ച് ഡയലോഗ് ഞാനിവിടെ കൊടുത്തു, വിത്ത് ദ ക്രൗൺ ഓവർ ഹിയർ. ആ ഒരു കിരീടം വെച്ചാൽ നമ്മുടെ മുത്തുമണി രാജാവുള്ളൂ. നോക്കി അത് കഴിയുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ക്ലാസിക് റേഞ്ചിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഞാനിവരുടെ ടെയിൽ ലാമ്പിലേക്ക് പോയി. ഞാനൊരു കാര്യം പറയാം, ടെയിൽ ലാമ്പും ഫിറ്റിങ്സിലേക്കൊക്കെ ഞാൻ പിന്നീട് പോവാം. നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടെയിൽ ലാമ്പ് ഫിറ്റിങ്സ് ആ കാര്യങ്ങൾക്കൊക്കെ ഈച്ച് ആൻഡ് എവരിത്തിങ് ആയിട്ട് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞു പെയിൻറ്റിങ് ചെയ്യുന്നു, എൻജിൻ ഇറക്കി, ചേസ് മുഴുവൻ കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഓരോ പാർട്സ് ഊരിയിട്ടുണ്ടായിരുന്നു, മഡ് ഗാർഡ്, ടാങ്ക്, ടൂൾ ബോക്സ്, ബാറ്ററി കവറ്, ഈച്ച് ആൻഡ് എവരി ഹെഡ്, ഡോം, ഫോർക്ക് എല്ലാം ഊരിയിട്ട് പെയിൻറ്റിങ്ങിന് കൊടുക്കുന്നു. പെയിൻറ്റിങ് കഴിഞ്ഞ് കിട്ടിയതിന് ശേഷമാണ് നമ്മളതിൽ ലൈൻ ഇടുന്നത്. ലൈൻ ഇട്ടതിന് ശേഷം സ്റ്റിക്കർ വയ്ക്കുന്നു. സ്റ്റിക്കർ ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ കൂടെ നമ്മൾ ക്ലിയർ കോട്ട് ചെയ്തു. പെയിൻറ്റിങ് സെക്ഷൻ കഴിഞ്ഞു. അതേ ടൈമിൽ തന്നെയാണ് നമ്മൾ നിക്കലിങ്ങും ക്രോമിങ്ങിനും പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ നിക്കലിങ് ക്രോമിങ് കഴിഞ്ഞ് വന്ന വണ്ടിയാണ് നമ്മൾ പിന്നെ ഇൻസ്റ്റാളേഷനിലേക്ക് വന്നത്. പെയിൻറ്റിങ്ങിൻ്റെ ഭാഗം കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ പെയിൻറ്റിങ് പറയാം. പെയിൻറ്റിങ്ങിന് എക്സ്പെൻസ് വന്നിട്ടുള്ളത് 16,000 റുപ്പീസ്, ദർഹ വന്നത് 16,000, 16,000 രൂപയാണ് എനിക്കിതിൻ്റെ പെയിൻറ്റിങ്ങിന് മാത്രം വന്നിട്ടുള്ളത്. ഞാൻ കണ്ടിട്ടുള്ളൊരു കോസ്റ്റ്, ഞാൻ കണ്ടിട്ടുള്ളതല്ല, എനിക്ക് ചിലവായ കോസ്റ്റ് 16,000 രൂപ എനിക്കിതിൻ്റെ പെയിൻറ്റിങ്ങിന് മാത്രം വന്നിട്ടുണ്ട്. ഞാനിതിലൊരു കോംപ്രമൈസിങ് നിന്നിട്ടില്ല. പ്രൊഫഷണൽ ഹൈ ക്വാളിറ്റി പെയിൻറ്റ് തന്നെ വേണം, ക്ലിയർ തന്നെ വേണം എന്നായിരുന്നു എൻ്റെ മെയിൻ ആദ്യത്തെ ഒരു അജണ്ട ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പെയിൻറ്റിങ്ങിന് 16 വന്നു. അതിന് ശേഷം എന്താണ് ഈ ലൈനിങ് പാർട്ട് കുറച്ച് എക്സ്പെൻസീവാണ്. ലൈനിങ് വിത്ത് സ്റ്റിക്കർ ഒട്ടിക്കലും കൂടി ടോട്ടലി നമുക്കൊരു 3,000-ൻ്റെ അടുത്തേക്ക് നമുക്കൊരു എക്സ്പെക്റ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ഹാൻഡ് പെയിൻറ്റിംഗ് ആണ് ഈ ലൈൻ കൊടുത്തിട്ടുള്ളത്. ആംഗിൾ വന്നിട്ടുള്ള ഒരു ഹാൻഡ് പെയിൻറ്റിങ്, ആ ഒരു ക്ലാസിക് ബുള്ളറ്റിൻ്റെ പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ ഹാൻഡ് പെയിൻറ്റിങ്ങിലേക്ക് തന്നെ പോകണം. നമ്മൾ സ്റ്റിക്കറിലേക്ക് പോയാലോ സ്റ്റിക്കർ ലൈനിങ്ങിലേക്ക് പോയാലോ അതൊന്നും നമുക്ക് ആ ഒരു ലുക്ക് കിട്ടില്ല. അതിന് ബുള്ളറ്റിൻ്റെ ടാങ്കിന് ലൈൻ ഇടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കലി 3 ഓപ്ഷൻസാണ് ഇപ്പോൾ എൻ്റെ ഒരു അറിവിലുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ നമ്മുടെ ഈ ഹാൻഡ് പെയിൻറ്റിങ്, അതായത് ക്ലാസിക് പെയിൻറ്റിങ് മെത്തേഡ് ഹാൻഡ് പെയിൻറ്റിങ്, അത് പ്രൊഫഷണൽസിന് മാത്രം പറ്റുന്ന ഒരു രീതിയാണ്. ആർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നില്ല, ഒറ്റ സ്ട്രെച്ചിലൊക്കെ ഇത് വരച്ച് കൊണ്ടുപോകണം. ഒന്ന്. രണ്ടാമത്തുള്ളൊരു ഓപ്ഷനാണ് സ്റ്റിക്കർ ചെയ്യുക എന്നുള്ളത്. ഈ ലൈന് തന്നെ നമുക്ക് ലാമിനേഷൻ സ്റ്റിക്കർ ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഈ റൈറ്റിങ് ചെയ്ത പോലെ തന്നെ സ്റ്റിക്കർ ചെയ്യുന്നു. അതിൻ്റെ മേലെ കൂടെ നമ്മൾ ക്ലിയർ കോട്ട് ചെയ്യുമ്പോൾ ഈ ലൈൻ അതിൻ്റെ ഉള്ളിൽ ഫ്ലഷായി. ബട്ട് ഇതേ പെർഫെക്ഷൻ നമുക്ക് ആ ഒരു സ്റ്റിക്കറിങ്ങിന് കിട്ടില്ല. സ്റ്റിക്കർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ പെർഫെക്ഷൻ നമുക്ക് കിട്ടില്ല. മൂന്നാമത്തെ ഓപ്ഷനാണ് നമുക്കിത് സ്പ്രേ പെയിൻറ്റ് ചെയ്യാന്നുള്ളത്. അതായത് ഇതിൻ്റെ ഒരു ഡൈ പോലെയുള്ള ഭാഗം നമ്മളൊരു പേപ്പറിലോ അതിൻ്റെ ഒരു ക്ലോസപ്പ് കട്ട് എടുത്തതിന് ശേഷം അതിൻ്റെ മേലെ കൂടെ അവർ സ്പ്രേ പെയിൻറ്റ് അപ്ലൈ ചെയ്യും. ഇതേ ഈ ഗോൾഡൻ സ്പ്രേ പെയിൻറ്റിങ് ചെയ്തിട്ട് അതിൻ്റെ പ്രൊസീജിയറിലൂടെ ചെയ്യുമ്പോൾ ഈ ഒരു ലൈൻ വരും. അതും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, അതും പെർഫെക്ഷനെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഞാനിതിൽ കോംപ്രമൈസ് ചെയ്യാതെ ക്ലാസിക് ട്രഡീഷണൽ രീതിയിലുള്ള അതേ ഒത്തൻറ്റിക് ഹാൻഡ് പെയിൻറ്റിങ്ങിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നത്. അതിന് എനിക്ക് ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഒരു 2,000 to 3,000 ഉള്ളിലേക്ക് അതിനൊരു എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അതിൽ ഞാൻ കോംപ്രമൈസ് ചെയ്തില്ല. കാരണം ഞാൻ വണ്ടിയുമേ ആ ഒരു ഭാഗം ഞാൻ ഒരിക്കലും ഒരു കോംപ്രമൈസ് ചെയ്ത് വെക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞു, ടാങ്കല്ല എല്ലാ പാർട്സിൻ്റെയും പെയിൻറ്റിങ് കഴിഞ്ഞു. അതിനുശേഷം ലൈനിങ്ങിലേക്ക് പോയി. ലൈനിങ്ങിൻ്റെ കോസ്റ്റ് ഞാൻ പറഞ്ഞു. പിന്നെയാണ് നമ്മൾ ക്രോമിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്രോമിങ് ഓൾമോസ്റ്റ് ഒരു 9,000 to 10,000 ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. കാരണം അത് ഡിപ്പെൻഡ്സ് അപ്പോൺ വെയിറ്റ് ആണ്. നമുക്ക് എത്ര ക്രോം പാർട്സ് ക്രോം ചെയ്യാനുണ്ടോ, ഏതൊക്കെ മെറ്റൽ പാർട്സ് നമുക്ക് ക്രോം ചെയ്യാനുണ്ടോ അതിൻ്റെ വെയിറ്റിനനുസരിച്ചാണ് അതിൻ്റെ ക്രോമിങ് പ്രൈസ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ മൈൻഡിൽ വെക്കുക. നിങ്ങൾ ഏതൊക്കെ അൺവാണ്ടഡ് പാർട്സ് ഉണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും പാർട്സ് റീപ്ലേസ്മെൻറ്റിനാണ് ഓപ്ഷൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് റീപ്ലേസ്മെൻറ്റിന് പോവുക. അത് നിങ്ങൾ ക്രോമിങ് ചെയ്യിക്കാതിരിക്കുക. ഞാൻ അതിൽ ഹാൻഡിൽ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്ത് ഈ ഹാൻഡിൽ ബാർ ഉണ്ടല്ലോ, ഇത് ക്രോം ചെയ്യുമ്പോഴും ഇത് പുതിയത് മേടിക്കുമ്പോഴും ഓൾമോസ്റ്റ് സെയിം പ്രൈസാണ് വരുന്നത്. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോളാം. ഇതിന് പ്രൈസ് വരുന്നത് ഓൾമോസ്റ്റ് 1,000 അടുത്താന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല, ഒരു അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ ആ ഒരു പ്രൈസ് തന്നെ അത് ക്രോം ചെയ്യുമ്പോഴും വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് റീപ്ലേസ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബ്രാൻഡ് ന്യൂ ഫ്രം ഒറിജിനൽ ബുള്ളറ്റ് ഷോറൂമിൽ നിന്ന് അതിൻ്റെ ഹാൻഡിൽ കിട്ടി. അങ്ങനെ അവോയ്ഡ് ചെയ്യുമ്പോൾ ഈ പാർട്സ് കുറയ്ക്കുമ്പോൾ നമുക്ക് ക്രോമിങ്ങിൽ കുറച്ച് പൈസ സേവ് ചെയ്യാൻ പറ്റും. ബട്ട്
നമുക്ക് പുതിയ പാർട്സിൻ്റെ ഒരു പ്രൈസ് വരും. ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ക്രോം വരുന്ന പാർട്സ് നമ്മൾ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നതോടെ നമുക്കൊരു ഒറിജിനൽ പാർട്സ് വെച്ചിട്ടുള്ളൊരു ഫീല് കിട്ടണമെങ്കിൽ അതാണ് ഇതിൻ്റെ ഒരു മസ്റ്റ്. എൻ്റെ ഒരു ഹാക്ക് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളിതിനെ ചേസ് പെയിൻറ്റ് ചെയ്തു, ബോഡി പാർട്സ് പെയിൻറ്റ് ചെയ്തു, അതിൻ്റെ പ്രൈസ് പറഞ്ഞു, ലൈനിങ്ങിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞു, പിന്നെ ക്രോമിങ്ങിലേക്ക് കിടന്നു. ക്രോം പാർട്സ് ഏതൊക്കെയാണ് നമ്മൾ ക്രോം ചെയ്തിട്ടുണ്ടായിരുന്നത്, ബഫ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ സെപ്പറേറ്റ് പ്രൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് നമുക്ക് ഓൾമോസ്റ്റ് 9,000 to 10,000 ഉള്ളിലാണ് നമുക്ക് ബഫിങ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചും കൂടി മൈൻഡിൽ വയ്ക്കുക. പിന്നെ അതിനുശേഷം അത് ഇൻസ്റ്റാളേഷൻ തുടങ്ങുന്നു. ഈ ഇൻസ്റ്റാളേഷൻ പീരീഡിലാണ് നമുക്ക് എവിടേക്കാണ് ഏതൊക്കെ പാർട്സാണ് ജെനുവിൻലി ചേഞ്ച് ചെയ്യേണ്ടത് എന്ന് അവർ തന്നെ നമുക്ക് പറഞ്ഞത്. പിന്നെ എനിക്ക് വേറൊരു മെയിൻ ഒരു കൺസേൺ ഉണ്ടായിരുന്നു, ഈ പില്ലിയൻ റൈഡേഴ്സിൻ്റെ ഫുഡ് റെസ്റ്റിൻ്റെ ഏരിയ ഉണ്ട്. ഈ ഫുഡ് റെസ്റ്റിൻ്റെ ഏരിയയിൽ എൻ്റെ പഴയ മോഡൽ 2015 മോഡൽ ആയതുകൊണ്ട് ഇതിൻ്റെ ഈ ഫുഡ് റെസ്റ്റ് ഈ ഒരു മെറ്റൽ ഇത്ര തിക്നെസ് ഇല്ല. ഇതെനിക്ക് ആ ഷോപ്പുകാരാണ് പറഞ്ഞത് കേട്ടോ. ഇത് നിങ്ങളുടെ ഞാൻ വണ്ടി പോകുമ്പോൾ ഒരു വൈബ്രേഷൻ ഫീൽ വരും, ഒരു ചെലമ്പിച്ച കേൾക്കും, ഒരു പാർട്സ് ഏതോ ലൂസായി നിന്നിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ പക്ഷേ അവർ ഇത് നോക്കിയിട്ട് പറഞ്ഞു, സാറിൻ്റെ ഈ ബാക്കിലത്തെ ഇതിന് കുഴപ്പമുണ്ട്. ഇത് ഞാനിവിടെ ഇല്ല, എനിക്ക് എല്ലാവരും വാട്സപ്പിലും ഫോണിലുമാണ് വിളിച്ചിട്ട് പറയുന്നത്. ഇന്ന പാർട്ട് മാറിക്കഴിഞ്ഞ് ഇതിൻ്റെ സൗണ്ട് ക്ലിയർ ആവുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു കാര്യത്തിൽ അവർ പറയുന്നത് കേട്ട് പോയി. അവർ ചെയ്തതേ പുതിയ ബുള്ളറ്റിന് വരുന്നത് ഇതിൻ്റെ ഗേജ് കൂടി, ഇതിൻ്റെ തിക്നെസ് കൂടി. അപ്പോൾ അത് വൈബ്രേഷൻ എന്നുള്ള ഒരു പ്രോബ്ലം കംപ്ലീറ്റ്ലി സോൾവ് ആയി. അങ്ങനെ ആ ഒരു പാർട്ട് മാറുന്നു. പിന്നെ 1, 2 ഓരോ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അവർ ഓരോ സ്പെയർ പാർട്സ് ആയാലും ഓരോ ബുഷുകളായാലും ഫോർക്ക് ചെയ്യുമ്പോഴും ഓരോന്നിനും അവർ പറയുന്നുണ്ട് ഇന്ന ഭാഗം ചേഞ്ച് ചെയ്യണം സാറേ, ഇന്നത് മാറിയാലും ഇന്നത് ക്ലിയർ ആവുള്ളൂ. അങ്ങനെ ചേഞ്ച് ചെയ്ത് ഓൾമോസ്റ്റ് സ്പെയർ പാർട്സിന് വേണ്ടി എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഒരു 15,000 to 20,000 ഉള്ളിൽ വന്നിട്ടുണ്ട് എനിക്ക് സ്പെയർ പാർട്സ് മാത്രം. നമ്മൾ പാർട്സ് റീപ്ലേസ്മെൻറ്റ് പറഞ്ഞതിൽ വന്നിട്ടുണ്ടായിരുന്നതാണ്. ആദ്യത്തെ മെയിനായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്താണ് ഈ ഹെഡ്ലൈറ്റ് ഡോമിൻ്റെ ഉള്ളിലത്തെ ആ ഒരു സിൽവർ പ്ലേറ്റ് പോർഷൻ വരുന്നില്ലേ, ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിലത്തെ ഒരു ഭാഗം, അത് നമ്മൾ കംപ്ലീറ്റ്ലി പുതിയതാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് കംപ്ലീറ്റ്ലി ഞാൻ റീപ്ലേസ് ചെയ്തു, നമ്പർ പ്ലേറ്റ് പുതിയതാക്കി. പിന്നെ ഇൻസൈഡ് ചെറിയ പാർട്സ് വേറെ ഉണ്ട് നമുക്കറിയാതെ, ചെറിയ ബുഷുകൾ, ചെറിയ ബോൾട്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പുതിയത് തന്നെ ചെയ്തിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്ന അതിൻ്റെ ഒരു മേജർ ക്ലാസിക് പോർഷൻ വേണമെന്ന് എൻ്റെ മൈൻഡിൽ എനിക്കും എൻ്റെ കസിനും ജിനിലിനും ഉണ്ടായിരുന്ന ഒരു മെയിൻ കോംപ്രമൈസ് ചെയ്യരുത് ചേട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് അതിൻ്റെ ക്ലാസിക് ബ്രേക്ക് ലൈറ്റ്, അങ്ങനെ തന്നെ പറയാമല്ലോ, ട്രഡീഷണൽ ടൈപ്പ് ബ്രേക്ക് ലൈറ്റ്. ഈ ഒരു ഹബ്ബ്, ഈ ഒരു പ്ലേറ്റ് വരുന്ന പോർഷൻ മുഴുവൻ വിത്ത് ഈ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ് ബ്രേക്ക് ലൈറ്റ് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ക്ലാസിക് ഫീൽ ആവുള്ളൂ, കംപ്ലീറ്റ് ആവുള്ളൂ. അതിന് നമുക്ക് എവിടുന്ന് ആ ഒരു ഒറിജിനൽ പാർട്സ് കിട്ടും എന്ന് നോക്കി നടന്ന് അതും അവർ തന്നെ ചെയ്തത്. നമ്മളിതിൽ വേറെ എഫേർട്ടൊന്നും ഇടേണ്ടി വന്നിട്ടില്ല. ആ ഒരു കമ്പനി അവർ തന്നെ, ബുള്ളറ്റ് കഫേ എന്ന് പറയുന്ന ആ ഒരു ഷോപ്പുകാർ തന്നെയാണ് ഇതും അവർ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻ കഴിഞ്ഞു. പിന്നെ എനിക്കൊരു കോംപ്രമൈസ് ചെയ്യാത്തൊരു ഭാഗമാണ് എൻ്റെ സൈലൻസറിൻ്റെ സൗണ്ട് എനിക്ക് കുറേ നാളായിട്ട് ഇഷ്ടമുള്ളതാണ്. ആ ഒരു സൗണ്ട് ഞാൻ എവിടെയും കോംപ്രമൈസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കുറേ കോംപ്രമൈസിങ് എന്നായി പറയുന്നു, ബട്ട് ഇതെനിക്ക് ആ ഇഷ്ടപ്പെട്ട ഒരു സൈലൻസറാണ്. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, അത് പുതിയത് മേടിക്കാൻ നോക്കിയപ്പോൾ പുതിയത് കിട്ടാനില്ല, അതേ സൗണ്ട് ഉള്ളതില്ല. സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി സൗണ്ടല്ല, ലൗഡല്ല, അത് ചെറിയ ഒരു കാം സൗണ്ടാണ്. കാം മീൻസ് ബുള്ളറ്റിന് വേണ്ട ഒരു രീതിക്കുള്ള പെർഫോമൻസ് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, അത് തന്നെ ക്രോം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫുൾ സൈലൻസർ ക്രോം ചെയ്യുന്നു, ഈ ഒരു ബെൻഡ് പൈപ്പ് ക്രോം ചെയ്തു, പിന്നെ ഈ കാണുന്ന ക്രോമിങ് പാർട്സ് എല്ലാം ക്രോം ചെയ്തു. പിന്നെ വേറൊരു ചലഞ്ച് ഉണ്ടായിരുന്നതാണ് നമ്മുടെ റിമ്മ്. ഈ റിമ്മ് രണ്ടും ഓൾറെഡി റെസ്റ്റഡ് ആയിരുന്നു. ആ റിമ്മിൽ റെസ്റ്റ് ഉള്ളത് കൊണ്ടും ആ റെസ്റ്റഡ് പാർട്സ് നമ്മൾ രണ്ടാമത് ക്രോമിങ് ചെയ്യാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് സെയിം വെയിറ്റ് വരുന്നതുകൊണ്ട് സെയിം പ്രൈസ് തന്നെ വരും എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിലേക്ക് ആ ഷോപ്പുകാർ തന്നെ നമ്മളോട് പറയുന്നു നമുക്കത് പുതിയതിലേക്ക് പോകാം. പുതിയതിലേക്ക് പോകുമ്പോൾ 1,900 ഫോർ ബാക്കും 1,200 ഓർ സംതിങ് ഫോർ ഫ്രണ്ടും വന്നു. അങ്ങനെ ആ രണ്ടും കൂടി നമ്മൾ ക്രോമിങ് കോംപ്രമൈസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തെന്താ വെച്ചാൽ റീപ്ലേസ്മെൻറ്റിൽ കിട്ടും. ഇപ്പോൾ നമ്മൾ റീപ്ലേസ്മെൻറ്റിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിലത്തെ ഒരു പോർഷൻ, ബാറ്, പിന്നെ അതേപോലെ നമ്മുടെ 2 റിമ്മുകൾ കംപ്ലീറ്റ്ലി ചെയ്തു. പിന്നെ അലൈൻമെൻറ്റ് നോക്കി ഓരോ സ്പോക്സ് നോക്കി ടൈറ്റ് ചെയ്തിട്ട് അത് ഇൻസ്റ്റാളേഷൻ ചെയ്തു. പിന്നെ മേജറിൽ നമ്മുടെ ഈ 2 മിറേഴ്സ് ചേഞ്ച് ചെയ്തു, പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ചേഞ്ച് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അറിയാത്ത ചെറിയ പാർട്സും എല്ലാറ്റിനും ബില്ല് തരുന്നുണ്ട് കേട്ടോ. എല്ലാ ഐറ്റംസിനും ഒരു ബില്ല് തരുന്നുണ്ട്. എല്ലാം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചും തരും.
വരുന്നുണ്ട്. ഞാൻ ഈ ജെല്ല് പിടിച്ച് നിൽക്കുന്നത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കും. മെയിൻ പാർട്സിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് ഞാൻ സീറ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് പറഞ്ഞു. രേവതി ജെൽ സീറ്റ് ട്രിവാൻഡ്രം ആണ് നമുക്ക് ഈ ഒരു ജെൽ സീറ്റ് ചെയ്ത് തന്നത്. ഇതിൻ്റെ ആ തിക്നെസ് നോക്കി നിങ്ങൾ, 25 mm തിക്നെസ് ഉള്ള ജെൽ പാഡ്സാണ് നമ്മൾ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. നോക്കുക, ഇതിൻ്റെ ഒരു പെർഫെക്ഷനിൽ തന്നെ അവർ ഇതിൻ്റെ ആദ്യം ഈ പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ സീറ്റിംഗ് ആക്കിയതിന് ശേഷമാണ് അവർ ജെല്ല് വയ്ക്കുന്നത്. ഇത് വരുന്നൊരു കംഫർട്ട് നോക്കിയേ. ഫുൾ ഏരിയയിൽ ജെല്ല് വന്നപ്പോൾ നമുക്ക് റൈഡിങ്ങിന് പോയാലും പാസഞ്ചറിന് ഇരിക്കാനായാലും ബാക്കിലിരിക്കുന്ന ആൾക്കായാലും ആർക്കും നമുക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. ഈ ഒരു ലോഗോ പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 1 വീക്കോളം വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അത് വേറെ വലിയൊരു സ്റ്റോറിയാണ്, ഞാൻ വേറെ സീറ്റിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ പറയാം. ഇവിടെ ലോഗോ പഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ബാക്ക് സീറ്റിലും ഞാൻ ഈ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ലോഗോ വേണം എന്നുള്ളതിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം അത് രണ്ടുമാണ് അതിൻ്റെ ഒരു ക്ലാസിക് ഫീൽ. ക്ലാസിക് അല്ല, റോയൽ എൻഫീൽഡിൻ്റെ ഒരു ഗമ കിട്ടണമെങ്കിൽ, ആ ഒരു പവർ കിട്ടണമെങ്കിൽ ആ ലോഗോ മസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സീറ്റിന് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്ത് ഓൾമോസ്റ്റ് 10,000 റുപ്പീസോളം കൊടുത്തിട്ടുണ്ട്. 2 സീറ്റും കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു ഫാബ്രിക്കിൽ ഇത് സ്റ്റിച്ച് ചെയ്ത് വരാനും ജെല്ല് വെച്ചിട്ട് ഞാൻ ഏറ്റവും തിക്നെസ് കൂടിയ 25 mm തിക്നെസ് വരുന്ന ജെല്ലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് വെച്ച് വരാനായിട്ട് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് അടക്കം വന്നിട്ടുള്ളത് 10,000ഓളം വന്നിട്ടുണ്ട്. ഇതേ സീറ്റ് നമുക്ക് ചെന്നൈ ആ ഭാഗങ്ങളിൽ നിന്നും സാധനങ്ങൾ കിട്ടാനുണ്ട്. ബട്ട് ഇത്ര ഈസിയും കംഫർട്ടബിളും അല്ല. ഇവരായിട്ടുള്ള എനിക്കുണ്ടായ ഡീലിങ് പോലെയല്ല അവരായിട്ട് ചെയ്തപ്പോൾ തോന്നിയത്. കാരണം അവർക്ക് റെസ്പോൺസ് ടൈം കൂടുതലാണ്, എക്സ്പ്ലനേഷൻ കുറവാണ്. രേവതി സീറ്റ് ട്രിവാൻഡ്രം നിങ്ങൾക്ക് ഈച്ച് ആൻഡ് എവരിത്തിങ് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നു. അതായത് ഇത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ നിങ്ങൾ എങ്ങനെ ഈ സീറ്റ് കെയർ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, അതെല്ലാം ഒരു ഡീറ്റെയിൽ ആയി പറഞ്ഞു. വേറൊരു കാര്യമുള്ളത്, രേവതി സീറ്റ്സ് ഇതിന് വാറൻറ്റി തരുന്നുണ്ട്. ഏത് സീറ്റ് കമ്പനിയാണ്, ഏത് സ്റ്റിച്ചിങ് കമ്പനിയാണ് നമുക്ക് വാറൻറ്റിയോട് കൂടെ ജെൽ സീറ്റ് ചെയ്യാൻ പറ്റുക? ഞാൻ റിയലി ഷോക്കാണ്. ഞാൻ ചോദിച്ചു, ബ്രോ ഇത് ചെയ്താൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുമോ? ഇല്ല ചേട്ടാ, എനിക്ക് അത്ര ഉറപ്പാണ് എൻ്റെ സീറ്റ് നല്ലതാണെന്ന്. ആ ഒരു ക്വാളിറ്റി അവരിതിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നു. പിൻ ടു പിൻ റീസ്റ്റോറേഷൻ എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്നുള്ളതും എൻ്റെ ഫുൾ ഡീറ്റെയിൽ റിവ്യൂ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. എവിടുന്ന് ചെയ്തു, എന്ത് ചെയ്തു, ആരെക്കൊണ്ട് ചെയ്യിപ്പിച്ചു, എത്ര രൂപയ്ക്ക് ചെയ്തു എന്നടക്കം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ ഇതും എനിക്ക് ഓൾമോസ്റ്റ് 70,000 റുപ്പീസ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. യെസ്, 70,000 റുപ്പീസ് ഞാൻ ഈ ഒരു ബുള്ളറ്റ് റീസ്റ്റോർ പിൻ ടു പിൻ ചെയ്യാനായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്തത് തന്നെയാണ്. കാരണം ഞാൻ ഈ വണ്ടീനെ അത്രമാത്രം സ്നേഹിക്കുന്നു. ആക്ച്വലി 25,000 തുടങ്ങിയതാണ് കേട്ടോ. 25,000 30,000 എസ്റ്റിമേറ്റ് ഇട്ടിട്ട് തുടങ്ങിയ നമ്മുടെ ഫുൾ വണ്ടി റീസ്റ്റോറേഷൻ എത്തി നിന്നത് 70,000-ലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് പല സ്ഥലത്തും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അത് ചെയ്യാതെ ഇരിക്കുകയാണോ എങ്കിൽ ഈ ഒരു പ്രൈസ് ആവും. നിങ്ങൾക്ക് പെർഫെക്ഷൻ വരും, ക്വാളിറ്റി വരും, സ്റ്റാൻഡേർഡ് വരും, ലുക്ക് വരും. ഇന്ന് ഈ വണ്ടിയായിട്ട് ഞാൻ എവിടെ പോകുമ്പോഴും ആൾക്കാർ എന്നോട് ചോദിക്കുന്നത് പുതിയ വണ്ടിയാണോ എന്നാണ്. ആ ഒരു ഫീലാണ്. അതായത് നമ്മുടെ പഴയ വണ്ടി നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരു വണ്ടി തന്നെ പുത്തനായിട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, അത് വേറൊരു മജ്ജയാണ്. അപ്പോൾ അതൊന്നും നോക്കാനില്ല, പൈസ പോട്ടെ പവർ വരട്ടെ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ഫസ്റ്റ് വണ്ടിയാണിത്. ഞാൻ എൻ്റെ കയ്യിൽ പൈസ കൊടുത്ത് ആദ്യം മേടിച്ച എൻ്റെ വണ്ടിയാണ്. എൻ്റെ എനിക്ക് വൈഫിനും ഈ വണ്ടി ഭയങ്കര താല്പര്യമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, അവൾക്കും ഇഷ്ടമാണ്. എന്നെ പോലെ തന്നെ അവൾക്കും ഈ വണ്ടി ഭയങ്കര അറ്റാച്ച്ഡാണ്. ഇത് അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയായതുകൊണ്ട് ഞങ്ങളിതിനെ റീസ്റ്റോർ ചെയ്യുന്നതിനുള്ള എക്സ്പെൻസ് നോക്കിയില്ല. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പുത്തൻ കുട്ടനെ ഇതേപോലെ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഞാൻ കാണിച്ചു തന്നു, ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. വണ്ടി റീസ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കാണെന്ന് വെച്ചാൽ എവിടുന്ന് എങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ഇതിൽ നിന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ വെറുതെ വീഡിയോ വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ല. വണ്ടി നിങ്ങൾ കണ്ടു, ഡീറ്റെയിൽസ് കിട്ടി. ഇവരെല്ലാവരും നമ്പറും ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനും ഐ എം റെഡി ഫോർ യു ഗൈസ്. ഈവൻ ഡീറ്റെയിൽസ് ഞാൻ പേഴ്സണലി അവരെ വിളിച്ചിട്ട് റെക്കമെൻഡേഷൻ ചെയ്യാനും ഐ എം ഓക്കെ ഫോർ യു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഞാനിനി ഓരോ പാർട്സ് വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാനിതിലൊരു ഹസാർഡ് സ്വിച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ 4 ഇൻഡിക്കേറ്ററും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി. പിന്നെ എൻ്റെ ബ്രേക്ക് ലൈറ്റ് പുതിയത് ഞാൻ വെച്ചു എന്ന് പറഞ്ഞാൽ ക്ലാസിക് ലുക്ക് തന്നെ. അതേപോലെ എക്സോസ്റ്റിൻ്റെ നോട്ടും കാണിച്ചു തരാം. അത് സൈനിങ് ഓഫിന് ശേഷം അത് ഭാഗങ്ങളായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. സോ ഇനി ഞാൻ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. ബുള്ളറ്റ് ക്ലാസിക് 350 കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ ഫ്രം പിൻ ടു പിൻ ഇൻക്ലൂഡിങ് പെയിൻറ്റിങ്, ക്രോമിങ്, ലൈനിങ്, എവരിത്തിങ് ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.